Hi friends, welcome back to my YouTube channel. This is the Navy Actor Manu. So finally മാർക്കോ ഞാൻ ഇന്ന് പോയി കണ്ടിട്ട് വന്നു. ഞാൻ മെനിങ്ങാന്ന് തന്ന റിവ്യൂ ആസ് എ പാർട്ട് എല്ലാവർക്കുള്ള റിവ്യൂസ് കേട്ടിട്ടായിരുന്നു ഞാൻ പറഞ്ഞത്. ബട്ട് നൗ ഐ എം നോട്ട് ഹിയർ ടു ഗിവ് എ റിവ്യൂ. ഒരു റിവ്യൂ തരാൻ വേണ്ടി ആയിട്ടല്ല ഞാൻ ഇവിടെ വന്നേക്കുന്നത്. ബട്ട് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി മാത്രമാണ് ഇന്ന് വന്നേക്കുന്നത്. സി ഒരു മൂവിനെ കണ്ടിട്ട് കുറെ പേര് ഇറങ്ങിയിട്ടുണ്ട് നെഗറ്റീവ്സ് പറയാൻ വേണ്ടി. യൂട്യൂബേഴ്സ് ആയ ഒരാൾ മാത്രം. ബാക്കി എനിക്ക് അങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്ത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. സി ഒരു സിനിമ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു സിനിമ ഉണ്ടാക്കുന്നതിന്റെ കഷ്ടപ്പാട് അറിയുന്നത് ഒരു ആക്ടേഴ്സിന് മാത്രമേ അറിയാവൂ. അത് ഈ അഭിനയിക്കുന്ന ആക്ടർ, അത് ഈ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫും, പിന്നെ ക്രൂ മെമ്പേഴ്സ്, ഡയറക്ടർ ആസ് വെൽ ആസ് പ്രൊഡ്യൂസർ. These are the people taking too much of pain for a movie, ഒരു മൂവിക്ക് വേണ്ടി. And at the same time, I don't know why this review, ഈ സിനിമയുടെ റിവ്യൂവർ ഒക്കെ പറയാൻ വേണ്ടി എനിക്ക് അങ്ങനെ പേഴ്സണലായിട്ട് എനിക്ക് തോന്നില്ല ഒരു സിനിമയ്ക്ക് വേണ്ടി ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഒരു റിവ്യൂവർ വേണം. ജസ്റ്റ് ലൈക്ക് ഇങ്ങനെ മജിസ്ട്രേറ്റിനെ പോലെ വന്ന് പറയണം, അയ്യോ ഓർഡർ ദിസ് മൂവി ശരിയല്ലെന്ന് പറഞ്ഞാൽ ശരിയല്ല, കൊള്ളത്തില്ല മീൻസ് കൊള്ളത്തില്ല. ഐ ഡോണ്ട് തിങ്ക് സോ. ഇതെല്ലാം ആവശ്യമുണ്ടെന്ന്. കാരണം ഒരു മൂവി ചെയ്യുമ്പോൾ എന്തുമാത്രം കഷ്ടപ്പാടാ ആ ക്രൂ മെമ്പറും അതിലുള്ള ടെക്നീഷ്യൻസ്, പിന്നെ ആക്ടർ, പ്രൊഡ്യൂസർ, ഡയറക്ടേഴ്സ്, അവർക്ക് ആ ടൈം ലിമിറ്റിനുള്ളിൽ തീർക്കാനുള്ള ഷോട്ടൊക്കെ എന്ത് ഡിഫിക്കൽട്ടായിട്ടാണ് എടുക്കുന്നതെന്ന് അത് പേഴ്സണലി അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. സോ മാർക്കോ എന്ന് പറഞ്ഞ മൂവി, ഇറ്റ്സ് വണ്ടർഫുൾ മൂവി. ഇന്നേ വരെ മലയാളത്തില് ഈ ഇതേപോലെ ഒരു സിനിമ വന്നിട്ടില്ല. ഓക്കെ, കിൽ കണ്ടിട്ടുണ്ട് ബോളിവുഡില്, ആനിമൽ ഓൾസോ നമ്മൾ കണ്ടിട്ടുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഉണ്ണിമൂന്തൻ ഫസ്റ്റ് ടൈം ഇത്രയും മാസ് ആക്ഷൻ ആയിട്ട് പുള്ളി എല്ലാവരും ഞെട്ടിച്ചിട്ടുണ്ട്. ഈ മൂവിയിൽ കംപ്ലീറ്റ്ലി ഞെട്ടിച്ചിട്ടുണ്ട്. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫാമിലി എന്റർടൈനിങ് മൂവി. വയലൻസ് ഉണ്ട്, മീൻസ് ജസ്റ്റ് ലൈക്ക് ഇത് വയലൻസ് ഇല്ലാതെ പിന്നെന്തോന്നാ ഒരു മൂവി കാണാൻ എന്താ രസം. തെലുങ്ക് സിനിമയിൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയൊക്കെ പറന്ന് അപ്പൊ ബോളിവുഡിലെ രോഹിത് ഷെട്ടി ചെയ്യുമ്പം വണ്ടിയൊക്കെ പോയി പറന്ന് ഇടിക്കാം. സന്ദീപ് റെഡ്ഡി വങ്ക, അനിമലിന്റെ ഡയറക്ടർ, പുള്ളി ചെയ്യുമ്പം കട്ടും പേസ്റ്റും എല്ലാം ചെയ്യാം. അപ്പൊ പിന്നെ നമ്മൾ മലയാളത്തിലായി കഴിഞ്ഞാൽ എന്താ കുറ്റം? ഒരു കുറ്റമില്ല. ഓക്കെ, സെക്കൻഡ്. സോ ഇതില് ഉണ്ണിയേട്ടന്റെ ഹാർഡ് വർക്ക് ഇറ്റ്സ് ടൂ ഡീപ്. ഉണ്ണി മുകുന്ദൻ ഇതില് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ സിനിമയ്ക്ക് വേണ്ടി. നോട്ട് ഓൺലി ഉണ്ണി മുകുന്ദൻ, അറ്റ് ദ സെയിം ടൈം ഇതിലുള്ള വേറെ കുറെ കോസ്റ്റാർസ് ഉണ്ട്. ദ വില്ലൻ ലൈക്ക് കബീർ സിംഗ് ഡുവാൻ, പെർഫെക്റ്റ്. എനിക്ക് മറ്റേ അതിന്റെ പേര് എനിക്ക് അറിയാത്തില്ല, ബട്ട് ഈ ഓൾസോ ഡിഡ് വെരി വെൽ. ജഗദീഷ് ഏട്ടൻ ചാൻസേ ഇല്ല. സിദ്ദിഖിക്ക, പിന്നെ ആൻസൺ പോൾ, പിന്നെ അതിലുള്ള അഭിനയിച്ച കുട്ടികൾ മാർവലസ്. ഈ മൂവി കണ്ടിട്ട് ഞാൻ കണ്ടിറങ്ങിയിട്ട് ഞാൻ തന്നെ ഷോക്കായി ഇരിക്കുക. ഇത് ഞാൻ കണ്ടത് മലയാള സിനിമ തന്നെയാണോ? ഐ ആം ടോട്ടലി കൺഫ്യൂസ്ഡ് ദാറ്റ് ഐ സോ ദിസ് മലയാളം മൂവി ഓർ വാട്ട്. ആ ഒരു സിറ്റുവേഷൻസിലാണ് ഞാൻ ഇരിക്കുന്നത്. I heard many reviews, many people saying that first half or second half. Yes, the audience itself decides the movie's opinion. Yes, some people may like it, some people may not like it. But at the same time, എനിക്ക് തോന്നില്ല ഈ റിവ്യൂവർ ലൈക്ക് അശ്വന്ത് കോക്ക് അല്ലെങ്കിൽ സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണ അങ്ങനെ വന്നിട്ട് എല്ലാവരും നല്ല നല്ല റിവ്യൂസ് പറയുമ്പോഴത്തേക്ക് ഈ പുള്ളിക്കാരന്റെ പേഴ്സണൽ ഇതൊക്കെ വെച്ചോണ്ട് ഒരു നെഗറ്റീവ് പറയണമെന്നും പറഞ്ഞുകൊണ്ട് കയറി വന്ന് ഒരു സിനിമേനെ കുളമാക്കാൻ നിൽക്കരുത്. ഓക്കെ, അതിന്റെ പെയിൻ അറിയാവുന്ന താങ്കൾ ആ ഒരു സ്റ്റേജിലോട്ട് ചെന്ന് താങ്കൾ ഒരു സിനിമയിലോട്ട് കയറി കഴിയുമ്പോഴേ അറിയത്തുള്ളൂ. അതല്ലേലും അറിയാം എല്ലാവർക്കും. പേഴ്സണലി ബിഗ് ബോസ് കണ്ടപ്പോഴേ മനസ്സിലായി കുത്തിത്തിരിപ്പിന്റെ ആശാനും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി അവാർഡ് കിട്ടിയ ഒരു മനുഷ്യനാണ് സീക്രട്ട് ഏജന്റ്. വേറെ ഒന്നും പറയാനില്ല, അണ്ണൻ എപ്പോഴും അവാർഡ് കിട്ടുന്നത് ഈ വാ തുറന്നു കഴിഞ്ഞാൽ, സോറി വേറെ ഒന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. വാ തുറന്നു കഴിഞ്ഞാൽ എന്താ അത് പുള്ളി പറയാൻ. സോ ഐ വിൽ സേ ദാറ്റ് the audience who hasn't watched Marco
should definitely watch the movie at theaters. Definitely. ഈ മൂവി ഇന്നേ വരെ മലയാള സിനിമയിൽ ഇന്നേ വരെ ഉണ്ടാവാത്ത ഒരു ടൈപ്പിലെ മൂവിയാണ് മാർക്കോ. ആൻഡ് ചില സീക്വൻസ് ആ ഷോട്ട് ചെയ്തേക്കുന്ന ആക്ഷൻസിന് വേണ്ടിയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കഷ്ടപ്പാട്. ആൻഡ് സോ ഹി ടു ടു മച്ച് ഓഫ് സ്ട്രഗിൾ ഫോർ ദിസ് മൂവിയാ. അതിൽ ഒരാൾ not only I'm not talking about this Marco only, I'm talking about entire film. Those who this reviewers, I don't think that for a movie a personal reviewer like this ആറാട്ടണ്ണൻ ഇവന്മാരെയൊക്കെ ആവശ്യമില്ല ഒരു സിനിമയ്ക്കൊക്കെ റിവ്യൂ പറയാൻ വേണ്ടി. റിവ്യൂ ഇവരെ കുളമാക്കിയിട്ട് പ്രൊഡ്യൂസറിന്റെ പൈസയൊക്കെ പോകേണ്ട കാര്യമില്ല. ഓഡിയൻസ് വരിക, തിയേറ്റർ നമ്മൾ പണ്ട് കണ്ടുകൊണ്ടിരുന്നാണ് ഓഡിയൻസ് വരിക, തിയേറ്ററിലോട്ട് വന്ന് കണ്ട് അവര് അഭിപ്രായം പറയുന്നത് ജനങ്ങൾക്കുള്ള ഒപ്പീനിയനാണ് മാനിക്കേണ്ടത്. അല്ലാതെ റിവ്യൂവേഴ്സ് ലൈക്ക് അശ്വന്ത് കോക്ക് ഓർ സീക്രട്ട് ഏജന്റ് ഓർ ആറാട്ടണ്ണൻ, these people are not the final person to give a review about the movie. I don't think so. So stop this. നിങ്ങൾക്ക് ഇഷ്ടംപോലെ കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് കാശുണ്ടാക്കാനാണെങ്കിൽ ഈ സിനിമയിൽ ഇത്രയും കഷ്ടപ്പാട് അനുഭവിച്ച് കഷ്ടപ്പെട്ട് പടം പിടിക്കുന്നവർക്ക് അറിയത്തുള്ളൂ അതിന്റെ വിഷമം എന്താണെന്ന്. ചില റിവ്യൂവേഴ്സിനെ കാരണം തന്നെ ഈ സിനിമ മൊത്തത്തിൽ അടിവേര് പിഴുത കളയുന്ന ഈ റിവ്യൂവേഴ്സിനെ കാരണം ഉണ്ടല്ലോ മൊത്തത്തിൽ ഫിൽമേ നശിച്ചു പോവുക. അത്രയ്ക്ക് ഹാർഡ് വർക്ക്, അവർക്കുള്ള പൈസ വരെ മുങ്ങി പോവുക. പ്രൊഡ്യൂസർ സൂയിസൈഡ് ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് വരുന്നത്. സോ പ്ലീസ് ഈ റിവ്യൂ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി ഇഷ്ടംപോലെ കണ്ടന്റ്സ് ഉണ്ട്. ടോക്ക് അബൌട്ട് സംതിങ് അബൌട്ട് ദറ്റ് മൂവി ആഫ്റ്റർ റിലീസിങ്. കുറച്ച് ഓടിക്കഴിയുമ്പോഴത്തേക്ക് നിങ്ങളൊരു പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞോ, ലൈക്ക് മൂവിയിൽ ഇങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു, ഇങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അതല്ലാതെ ഫസ്റ്റ് ഡേ അങ്ങോട്ട് ഫസ്റ്റ് മൂവി കണ്ടിട്ട് വന്നതിനെ ഉണ്ട് യോ ബ്രോ കുറെ ബ്ലഡൊക്കെ വാരി തേച്ച് ബണ്ണൊക്കെ വായി അണ്ണാക്കിലോട്ട് കുത്തി ഇടിച്ച് കയറ്റിയിട്ട് കുറെ റിവ്യൂ പറയാൻ വേണ്ടി കുറെ അണ്ണന്മാർ ഇറങ്ങിയിട്ടുണ്ട്. കുറെ കളറും വാരിയൊക്കെ പൂശിയിട്ട് വയലൻസ് 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 KGF കുറെ ഡയലോഗ് വാരി. Stop this, yeah. It's seriously irritating. Seriously, it's irritating. So better find some other content and do well. Don't harm these people, those who are working in film industry for the sake of this, for the sake of your, what to say, നിങ്ങൾക്കുള്ള ഒരു ഗ്രോത്തിന് വേണ്ടി ബാക്കിയുള്ളവരെ ദയവേത് കുട്ടിച്ചോറാക്കാതെ നോക്ക്. സോ എനിക്ക് ഇത്ര പറയാനുള്ളൂ. സോ ഞാൻ ഇവിടെ റിവ്യൂ പറയാൻ വേണ്ടിയോ അല്ല, ഞാൻ ഒരു സിനിമ കണ്ടു, എനിക്കത് ഇഷ്ടപ്പെട്ടു, ഞാൻ ഫുള്ള് മാർക്കോ ഞാൻ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ എനിക്കത് ഇഷ്ടപ്പെട്ടു. അത് ആരെന്ത് പറഞ്ഞാലും ഞാനത് നിഷേധിക്കുന്നില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. ബാക്കിയുള്ളവർക്കുള്ള കാഴ്ചപ്പാട് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല, ബട്ട് എന്റെ റിവ്യൂ ഇത് തന്നെ. ഓക്കെ, സോ ഡെഫിനറ്റ് ആയിട്ട് ഓഡിയൻസിനോട് എനിക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ട്. ദയവേത് നിങ്ങൾ ഈ സിനിമ ഇറങ്ങുമ്പോൾ ഫസ്റ്റ് ഡേ പോയി കാണുന്നവരായിക്കോട്ടെ, നിങ്ങൾ ഇങ്ങനെ റിവ്യൂവേഴ്സിന്റെ റിവ്യൂവിനെയും കാത്ത് നിൽക്കരുത്. കുറെ യൂട്യൂബേഴ്സ് ഉണ്ട്, റിവ്യൂ പറഞ്ഞതിന് ശേഷമേ നിങ്ങൾ പോയി സിനിമ കാണത്തുള്ളൂ. അപ്പൊ നിങ്ങളാണ് മിസ് ചെയ്യുന്നത്. നല്ല നല്ല ചിലപ്പോൾ നല്ല നല്ല മെസ്സേജ് തരുന്ന മൂവീസ് കാണും, നല്ല നല്ല കണ്ടന്റ്സ് ഉള്ള മൂവി ഉണ്ട്, അതെല്ലാം സ്പോയിൽ ആവുന്നത് ജസ്റ്റ് ബിക്കോസ് ഓഫ് ഓൾ ദിസ് റിവ്യൂവേഴ്സ് ഓൺലി. സോ സ്റ്റോപ്പ് യാർ. ഡോണ്ട് ഹാം ദ ഡയറക്ടേഴ്സ്, പ്രൊഡ്യൂസേഴ്സ് or the actors, those who are working for the sake of a movie. അവരെ മൂവിനെ ഫ്ലോപ്പ് ആക്കി കളയാതെ ലോസ് ആയിപ്പോ. അവർക്ക് തന്നെ ഇത്ര 100 കോടി 50 കോടി 200 കോടിയൊക്കെ മുടക്കിയിട്ട് ഒരേ സിനിമ എടുക്കുന്നതാ. ഞാൻ കണ്ടായിരുന്നല്ലോ കാങ്കുവയ്ക്ക് വേണ്ടി എന്തൊക്കെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. കാങ്കുവയുടെ അങ്ങനെയാണ്, കാങ്കുവയുടെ ഇങ്ങനെയാണ്, കാങ്കു അങ്ങനെയാണ്. നിങ്ങൾ ഈ റിവ്യൂവേഴ്സിനെ കാരണം തന്നെയാണ് നശിച്ചത്. ആ സിനിമ നശിച്ചത് റിവ്യൂവേഴ്സിനെ കാരണം തന്നെ. അല്ലെങ്കിൽ അവർക്കുള്ള ഗ്രോത്ത് ഇച്ചിരിയെങ്കിലും അവർക്ക് കിട്ടിപ്പോയനെ, എന്തെങ്കിലും അവർക്ക് അവർ ചെലവ് ചെയ്ത പൈസയെങ്കിലും അവർക്ക് തിരിച്ചെങ്കിലും കിട്ടിയാനെ. സോ സ്റ്റോപ്പ് ദിസ് യാർ. ഐ എം ടോക്കിംഗ് അബൌട്ട് ഓൾ ദ റിവ്യൂവേഴ്സ്, ദോസ് ഹു ആർ വാച്ചിങ് മൈ വീഡിയോസ് ഇൻ ദിസ് യൂട്യൂബ് ഓൾസോ. If you people are abusing me, I don't give a damn shit. But at the same time, remember that whenever you are giving a review, just remember this: how these technicians, cameraman, and actors, how much they are struggling for their special sequence and all. Because I know the pain of this making a movie. It's not that easy. You people are just paying
100 to 500 rupees for a movie, going to a luxury theater, and you guys are just watching those movies action only. But behind the scene, എത്ര ദിവസം പോകുന്നുണ്ട്? 50 days, 30 days, 20 days. ഈ ലോസ് ആയി പോകുന്നത് പ്രൊഡ്യൂസേഴ്സിന്റെ, അവരെ കയ്യിൽ നിന്നാണ് കാശ് പോകുന്നത്. So stop this. Better stop this reviewing on the first day of the movie release. മാക്സിമം ഒരു 2-3 days കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും കുഴപ്പമില്ല. മര്യാദക്ക് ടിക്കറ്റ് ഉണ്ടാക്കിയിട്ട് പോകുന്നവരെങ്കിലും അവർ കണ്ടോട്ടെ. താഴ്മയായിട്ട് അപേക്ഷിക്കുന്നത്, ഡോണ്ട് ഹാർം ദ ഫിലിം ഇൻഡസ്ട്രി പീപ്പിൾ ഫോർ ദ സേക്ക് ഓഫ് ദിസ്. യു ആർ നിങ്ങൾക്കുള്ള വയറ് ഇറക്കാൻ വേണ്ടി അവരെ കുത്തി ചോറാക്കല്ലേ. സോ എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.